24ന്റെ സ്പെഷ്യൽ ലൈവ് അല്ലേ, വെൽക്കം 25 ഫ്രം 24 എന്ന് പറയുന്ന സ്പെഷ്യൽ ലൈവ് ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് 7 മണിക്ക് തുടങ്ങി. രാത്രി 12:30 കഴിഞ്ഞും നീണ്ടു നിന്നു നമ്മുടെ ആഘോഷങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം നമ്മുടെ പ്രേക്ഷകരും കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ 30,000-50,000 പേരൊക്കെ കാണുക എന്ന് പറയുന്നത് യൂട്യൂബിൽ മാത്രം. അതിപ്പോ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ടിവിയിൽ കണ്ടിട്ടുണ്ടാവും, നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ. അപ്പൊ അതെല്ലാം ആ രീതിയിൽ പ്രേക്ഷകർ നമ്മളോടൊപ്പം നിന്ന ഒരു ദിവസം കൂടിയായിരുന്നു 2024 അവസാന ദിനം എന്നുള്ളതാണ്. പുതുവർഷത്തെ നമ്മൾ ഒരുമിച്ചാണ് വരവേറ്റത്. ആ പ്രേക്ഷകരുടെ ആ സപ്പോർട്ടിന് എല്ലാവിധ നന്ദിയും. 2025 തുടർന്നും ഞങ്ങളോടൊപ്പം നിൽക്കുക. ഹാപ്പി ന്യൂ ഇയർ പ്രേക്ഷകരെ. അപ്പോ നമ്മുടെ ഒന്നിച്ചുള്ള ആ ഒരു ആഘോഷരാവിലേക്ക് ഒരു റിവൈൻഡ്. നമ്മുടെ സ്റ്റാർ അവതാരകർ മുഴുവനും ഈ പുതുവത്സരാഘോഷം നിങ്ങളുടെ ഒപ്പം കളിച്ച് രമിച്ച് അഭിരമിച്ച് ഈ പുതുവത്സരാഘോഷം വളരെ ഗംഭീരമാക്കി മാറ്റാൻ അവരൊക്കെ എത്തുകയാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കുറവുണ്ട്. ഓക്കെ, നമുക്കൊപ്പം ചേരുന്നു നമ്മുടെ മറ്റൊരു സ്റ്റാർ അവതാരകൻ എസ് വിജയകുമാർ. ഓടി വരൂ. പുതുവർഷത്തെ വരവേറ്റ് പ്രേക്ഷകർക്കൊപ്പം 24ഉം ആഘോഷ നിറവിലായിരുന്നു. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ അവതാരകർ അണിനിരന്നു. PP ജെയിംസ് യുദ്ധം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥമല്ല, അങ്ങനെ സംഭവിച്ചാൽ PP ജെയിംസിനെ ഹാപ്പി ജെയിംസ് നമ്മൾ പറയും. മാത്രമല്ല നിങ്ങളെ ഞങ്ങൾ നൊബേൽ സമ്മാനത്തിന് അടുത്ത 2025 യുദ്ധം അവസാനിച്ചു. എനിക്ക് തോന്നുന്നു ഹാഷ്മി നമുക്ക് വേറെ ആണ്ട് വരായിരുന്നോ. വെൽക്കം 25 ഫ്രം 24 പ്രത്യേക ഷോയിൽ വാർത്താ അവതരണത്തിനപ്പുറം കലാപ്രകടനങ്ങളും അരങ്ങേറി. തുടിച്ചിടും നിൻ കറുത്ത കണ്ണിൽ തിളക്കമെല്ലാം തിരഞ്ഞു ഞാൻ. എനിക്ക് നിന്റെ മിഴിച്ചിരാതിൽ നിറഞ്ഞ പ്രകാശം വലം മതി. അനന്തമാമനദിയാം നിറത്തിലൂടെ അലഞ്ഞു ഞാൻ. ഒന്നാനാ പിന്നിലെ എന്നെ നിന്നെ കണ്ടു ഞാൻ. കമന്റ് ബോക്സുകളിലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഉടനടി മറുപടികൾ. ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, ഈ വർഷമെങ്കിലും നന്നായി കൂടെ എനിക്ക് പറ്റില്ല ഹാഷ്മി, ഇനിയെങ്കിലും നന്നായി കൂടെ അല്ലേ? നമ്മുടെ മോഹൻലാൽ ഇന്നസെന്റ് ചോദിച്ചല്ലേ, ഒന്ന് നന്നായി കൂടെ വാര്യതേ ചോദിച്ചാൽ നടക്കാത്ത കാര്യം പറയല്ലേ, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. 5.5 മണിക്കൂർ നീണ്ട ഷോ പ്രേക്ഷകർക്കുള്ള കാഴ്ചാ വിരുന്നായിരുന്നു. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗഭേരി മംഗളാരവം ദുരതാളം മധുര മുരളിയുണരു പ്രണയഭരിത കവിതയുണരു മനസ്സു നിറയു മധുര ഹരിത മത മഹോത്സവം. പാണികൾ മതമൊടു തിരുവടി തൊഴുതെടു ശ്രുതി ചേരണമലിവോടതിലനുപദമനുപദമഴക മതിമുഖി മമ തകിമയിലടകിവളുടെ നടനം. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പുതുവത്സരാശംസകൾ നേർന്നു. 24 വീക്ഷിക്കുന്ന എല്ലാ കാഴ്ചക്കാർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. പുതുവത്സരാഘോഷ വിശേഷങ്ങളുമായി 24 പ്രതിനിധികളും ചേർന്നു. നമ്മൾ ഓരോ തവണയും ഓരോ വാക്ക് ഭാഷയ്ക്ക് സംഭാവന ചെയ്യും. ഇത്തവണ മലയാളം സംഭാവന ചെയ്തൊരു വാക്കാണ് അതിപ്പോ നമ്മൾ പറഞ്ഞ പ്രായമുള്ള ആളുകളുടെ ഒരു ഇപ്പം PP ജെയിംസിനെ പോലെ ഹാഷ്മി സംസാരിച്ചു തുടങ്ങി. എങ്ങനെ അത് തന്തവയ്പ്. ഫ്ലവേഴ്സിലെ കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ പരിപാടിക്ക് മാറ്റുകൂട്ടി. നാട്ടുകാരെ നടന്നിരിക്കണ കൊട്ടണ പട്ടാളം. ന്യൂസ് ഡെസ്ക് 24. അപ്പൊ അങ്ങനെയാണ് 24ഉം നമ്മുടെ പ്രേക്ഷകരും ചേർന്ന് പുതുവത്സരത്തെ വരവേറ്റത്.